ചിലപ്പോൾ ഏറ്റവും അപകടകാരിയായ ശത്രു ഏറ്റവും വിശാലമായി പുഞ്ചിരിക്കുന്നവനാണ്. ഒരു വേനൽക്കാലത്ത് ശാന്തമായ ഒരു വയലിൽ ഒരു മിടുക്കനായ പാമ്പ് ജീവിച്ചിരുന്നു. അതുപോലെ അവിടെ ഒരു പഴയ മരത്തിന്റെ വേരുകൾക്ക് താഴെയുള്ള ഒരു ചെറിയ മാളത്തിൽ എലികളുടെ ഒരു വലിയ കുടുംബം സന്തോഷത്തോടെ ജീവിച്ചു. അവർ ഒരുമിച്ച് കളിച്ചു, ഭക്ഷണം പങ്കിട്ടു, പരസ്പരം പൂർണ്ണമായും വിശ്വസിച്ചു. എന്നാൽ സമീപത്ത് ഉയരമുള്ള പുല്ലിൽ ഒരു പാമ്പ് എല്ലാ ദിവസവും അവരെ നിരീക്ഷിച്ചു. ഒരു ദിവസം പാമ്പിന് വല്ലാതെ വിശന്നു. എന്നാൽ അവൻ ക്ഷമയോടെ കാത്തിരുന്നു. ഇപ്പോൾ ആക്രമിച്ചാൽ എലികൾ ചിതറിപ്പോയി എന്നേക്കുമായി ഒളിക്കുമെന്ന് അവനറിയാമായിരുന്നു. അങ്ങനെ അവൻ ഒരു പദ്ധതി തയ്യാറാക്കി. വെയിൽ നിറഞ്ഞ ഒരു പ്രഭാതത്തിൽ അവൻ ചൂടുള്ളതും നിരുപദ്രവകരവുമായ പുഞ്ചിരിയോടെ മാളത്തിലേക്ക് നീങ്ങി. പ്രിയ സുഹൃത്തുക്കളെ, അവൻ സൗമ്യമായി സംസാരിച്ചു, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ഇവിടെയില്ല, ഞാൻ ഏകാന്തതയിലായിരുന്നു. ഒരുപക്ഷേ നമുക്ക് സുഹൃത്തുക്കളാകാമെന്ന് ഞാൻ കരുതി. എലികൾ ഞെട്ടിപ്പോയി, പക്ഷേ ജിജ്ഞാസയോടെ. അവരുടെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്ന ഒരു പാമ്പ്. അത് വിചിത്രമായി തോന്നി, പക്ഷേ അവന്റെ ശബ്ദം ശാന്തമായിരുന്നു. അവന്റെ കണ്ണുകൾ ദയുള്ളത്. അങ്ങനെ അവർ അവനെ സ്വാഗതം ചെയ്തു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. പാമ്പ് കുഞ്ഞു എലികളുമായി കളിച്ചു, കഥകൾ പങ്കുവച്ചു, ചെറിയ സമ്മാനങ്ങൾ പോലും നൽകി. വിശ്വാസം വളരാൻ തുടങ്ങി. എലികൾ ഇനി അവനെ ഭയപ്പെടില്ല. വാസ്തവത്തിൽ അവ അവന്റെ കൂട്ടുകെട്ട് ആസ്വദിച്ചു. പിന്നെ ആദ്യത്തെ എലി അപ്രത്യക്ഷമായി. മറ്റുള്ളവർ അത് അലഞ്ഞുതിരിഞ്ഞുപോയി എന്ന് കരുതി. പാമ്പ് ഒന്നും പറഞ്ഞില്ല. പതുക്കെ ഒന്നിനു പുറകെ ഒന്നായി കൂടുതൽ എലികൾ കാണാതായി. പക്ഷേ അവർ അവനെ വിശ്വസിച്ചതിനാൽ ആരും സത്യത്തെ സംശയിച്ചില്ല. മൂർച്ചയുള്ള കണ്ണുള്ള ഒരു വൃദ്ധ എലി ശ്രദ്ധിക്കുന്നതുവരെ. ആരെങ്കിലും അപ്രത്യക്ഷമാകുമ്പോഴെല്ലാം പാമ്പിന്റെ വയറു നിറഞ്ഞതായി തോന്നി. സത്യം ശക്തമായി, പാമ്പ് ഒരിക്കലും അവരുടെ സുഹൃത്തായിരുന്നില്ല. അവൻ അവരുടെ വിശ്വാസം നേടിയിരുന്നു. അതിനാൽ അവൻ പരിഭ്രാന്തിയില്ലാതെ അവയെ ഭക്ഷിക്കാൻ കഴിയും. അവർ അത് മനസ്സിലാക്കുമ്പോഴേക്കും അവരിൽ മിക്കവർക്കും വളരെ വൈകിപ്പോയിരുന്നു. വേദനാജനകമായ പാഠം ഉൾക്കൊണ്ട് ചുരുക്കം ചിലർ മാത്രം രക്ഷപ്പെട്ടു. വളരെ സൗഹൃദപരമായി കാണപ്പെടുന്ന ശത്രുക്കളെ സൂക്ഷിക്കുക, കാരണം വിശ്വാസം ഏറ്റവും ഉയർന്നപ്പോൾ അവർ ആക്രമിക്കുന്നു. ഇതാ ഭയപ്പെടുത്തുന്ന ഭാഗം. ഇന്നും ആ വേലിൽ പാമ്പ് ഇപ്പോഴും ജീവിക്കുന്നു. പുതിയ മൃഗങ്ങൾ വരുമ്പോഴെല്ലാം അവൻ അതേ ഊഷ്മളമായ പുഞ്ചിരിയോടെ അവയെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പറയൂ, നിങ്ങൾ ആ എലികളിൽ ഒരാളായിരുന്നെങ്കിൽ നിങ്ങൾ പാമ്പിനെ വിശ്വസിക്കുമായിരുന്നോ? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. ഈ കഥ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ഒരാളുമായി ഇത് പങ്കിടുക. എല്ലാ പുഞ്ചിരിയും സുരക്ഷിതമല്ല.